ഹലോ എവരി വൺ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വയറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ക്വസ്റ്റിൽ പറയുകയാണ്. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് 6 ആണ്. ഈ വയർ ഞാൻ എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. ഒരു വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയം മാറാതെ അതിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് n ടൈംസ് ആയിട്ട് മാറിയെന്ന് വിചാരിക്കാം. ഒരു വയറിന്റെ ലെങ്ത് L ആണ്, അതിന്റെ റെസിസ്റ്റൻസ് 6 ആണ്. ആ വയർ ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് n ടൈംസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ്? ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ ഇക്വേഷൻ? ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി n²r വരും. ദിസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് ഒരു വയറിന്റെ ലെങ്ത് L ആണ്, അതിന്റെ റെസിസ്റ്റൻസ് 6 ആണ്. അതിനെ ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടിയിട്ട് അതിന്റെ ലെങ്ത് n ടൈംസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ന്യൂ റെസിസ്റ്റൻസ് വിൽ ബി n²r. സോ ഇവിടെ നോക്കുക, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 4 ഓം ആണ്. ആ വയർ ഞാൻ എന്താക്കി? ട്വൈസ് ആക്കി എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് ഡബിൾ ആക്കി, 2L ആക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ n²r ൽ n ന്റെ വാല്യൂ 2L, 2ന്റെ സ്ക്വയർ 4 × r വരും. 4 × ഇനീഷ്യൽ റെസിസ്റ്റൻസ് 4 ആണ്. 4 × 4 ആൻസർ വിൽ ബി 16 ഓം എന്നുള്ള ആൻസർ കിട്ടും. സോ ഇതേപോലെ നമുക്ക് ഓരോരോ ഇക്വേഷൻസും പരിചയപ്പെടാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.